ഒരു കമ്പനിയുടെ ഒരു MD ഉണ്ടായിരുന്നു. ഇയാൾ ഒരു ദിവസം ഇയാളുടെ ഭാര്യയുമായിട്ട് അതിഭയങ്കരമായിട്ടുള്ള വഴക്കിട്ടു, വാക്ക് തർക്കമായി. അപ്പം രണ്ട് പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മുറിപ്പെടുത്തി. അപ്പോൾ ഈ സമയത്ത് ഇയാൾക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നു. ഭാര്യയ്ക്കിട്ട് രണ്ടെണ്ണം കൊടുക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ധൈര്യമില്ല, ഇതുവരെ അടിച്ചിട്ടില്ല. അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുന്നതെന്ന് അറിയില്ല, അതുകൊണ്ട് അയാൾക്ക് അടിക്കാൻ പറ്റിയില്ല. പിന്നെ ഭാര്യയെ പറഞ്ഞ് തോൽപ്പിക്കാനും പറ്റിയില്ല. ഇങ്ങനെ ഈ രണ്ട് ഫ്രസ്ട്രേഷൻ ഉണ്ടായി. ഭയങ്കരമായിട്ടുള്ള ദേഷ്യം, വെറുപ്പ്, സങ്കടമൊക്കെ ഭാര്യയോട് അടുത്ത് വന്നു. അങ്ങനെ അയാൾ അന്ന് ഓഫീസിലേക്ക് പോയത് കാർ എടുക്കാതെ ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് പോയത്. കാരണം ഭാര്യയുടെ നിന്ന് സ്ത്രീധനമായിട്ട് കിട്ടിയ പൈസ കൊണ്ട് വാങ്ങിച്ച കാറാണ്. അപ്പോൾ അത് എടുക്കുന്നില്ല എന്നുള്ള അവളോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആദ്യത്തെ പ്രവർത്തനം. അങ്ങനെ അയാൾ ഓഫീസിൽ ചെന്ന് ക്യാബിനിൽ ചെന്നിരിക്കുകയാണ്. അപ്പം ഓഫീസ് ടൈമായി, സ്റ്റാഫെല്ലാം വന്നു. അങ്ങനെ ഓഫീസ് സൂപ്രണ്ട് റൂമിലേക്ക് കയറി വന്നു. അപ്പോൾ ചെറിയൊരു കാര്യത്തിന് ഇയാൾ ഭാര്യയുടെ അടുത്ത് തീർക്കേണ്ട ദേഷ്യം മുഴുവനും ഈ സൂപ്രണ്ടിൻ്റെ അടുത്ത് തീർത്തു. അപ്പോൾ സൂപ്രണ്ട് വിചാരിച്ച് ഇയാൾക്ക് എന്താ എത്ര ഭ്രാന്താണോ, എൻ്റെ അടുത്ത് ഇയാൾ കിടന്ന് ചാടേണ്ട ആവശ്യം എന്താ. അപ്പോൾ ഇയാൾക്ക് ഈ ബോസിൻ്റെ അടുത്ത് തിരിച്ച് കിടന്ന് ചാടണമെന്നുണ്ട്. പക്ഷേ ജോലി തെറിക്കും എന്നുള്ള കാര്യം ഉറപ്പായത് കാരണം ഇയാൾ മിണ്ടാതെ പോയി. അന്നൊരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് സ്റ്റാഫിൻ്റെ. ഇയാൾ വിളിച്ച മീറ്റിംഗാണ് സൂപ്രണ്ട്. ആ സൂപ്രണ്ട് അന്ന് അവിടെയുള്ള സ്റ്റാഫിന് എല്ലാവർക്കും കൊടുത്തു. ഒരു 10-30 പേരുണ്ട്. 30 പേർക്കും കണക്കിന് കൊടുത്തു. അപ്പോൾ അന്നത്തെ ദിവസം എല്ലാവരുടെയും ആ ഓഫീസുകളിലെ എല്ലാവരുടെയും മനസ്സ് ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതയിലാണ്. അപ്പോൾ അവർക്ക് ഈ സൂപ്രണ്ടിനോട് തിരിച്ചൊന്നും പറയാൻ വയ്യ. ആൾക്ക് രണ്ടെണ്ണം പറയണം ഒക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഒന്നും തിരിച്ചോടൊന്നും പറയാൻ വയ്യ. അന്നത്തെ ദിവസം അവിടുത്തെ അറ്റൻഡർക്ക് നല്ല സുഖമായിരുന്നു. എല്ലാവരും കിട്ടുന്നത് പോലെ അയാളെ ഇട്ടുകൊണ്ട് നല്ല രീതിയിലുള്ള ചീത്തവിളി നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾക്ക് ദേഷ്യം സഹിക്കാൻ വയ്യ, പക്ഷേ തിരിച്ചൊന്നും പറയാൻ വയ്യ. അങ്ങനെ അയാൾ വൈകുന്നേരം 4 മണിക്ക് എല്ലാ ദിവസവും ചായയും കുറച്ച് സ്നാക്സും ഒക്കെ അടുത്തുള്ള ചായക്കടയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ ഓണർ അവിടെ ഇരിക്കുന്നുണ്ട്. ചെറിയൊരു കടയാണ്. അയാളുടെ അടുത്ത് കുറേ ചീത്തയങ്ങ് വിളിച്ചു ഇയാൾ. അപ്പോൾ ഈ ഓണർ വിചാരിച്ചു ഇവനെന്താ വട്ടാണോ, ഇങ്ങനെ ചെറിയ കാര്യത്തിൽ കിടന്ന് ഇങ്ങനെ കിടന്ന് ചാടേണ്ട ആവശ്യമുണ്ടോ. അങ്ങനെ ഇയാൾക്ക് തിരിച്ചു പറയണമെന്നുണ്ട്. പക്ഷേ കസ്റ്റമറെ പിണങ്ങി കഴിഞ്ഞാൽ പിന്നെ കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് അയാൾ പതിയെ ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് അടുക്കളയിലോട്ട് എന്നിട്ട് ഭാര്യയ്ക്കിട്ട് ഒരെണ്ണം കൊടുത്തു. അപ്പോൾ ഭാര്യയ്ക്ക് തിരിച്ചു കൊടുക്കണമെന്നുണ്ട്. പക്ഷേ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി പിന്നെയും കിട്ടുമെന്നറിയാം. അപ്പം വെറുതെ അടി കിട്ടിയതാണല്ലോ. അപ്പോൾ ഭാര്യയ്ക്ക് ദേഷ്യം സഹിക്കാൻ വയ്യ. ഭാര്യ അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോൾ അവർ വളർത്തുന്ന ഒരു പട്ടിയുണ്ട്, കെട്ടിയിട്ടിട്ടൊന്നുമില്ല. ആ പട്ടിക്കിട്ട് അവിടെ കിടക്കുന്ന വിറകെടുത്തിട്ട് അതിൻ്റെ നടുവഴി നല്ലൊരു അടി കൊടുത്തു. ഈ പട്ടിക്ക് വേദന സഹിക്കാൻ വയ്യാതെ ഇതുമായിട്ട് ഓടിയപ്പം വൈകുന്നേരമായി. ആ ഓഫീസൊക്കെ വിട്ട ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാണ്. അന്നേരമാണ് ഈ MD പുറത്തേക്ക് വരുന്നത്. ഈ പട്ടി ദേഷ്യവുമായിട്ട് ഓടുമ്പം ആദ്യം കണ്ടത് ഈ MDയാണ്. ഈ MDയോട് പട്ടിക്ക് പ്രത്യേകിച്ച് വലിയ കരുണയോ അല്ലെങ്കിൽ ഒരു കടപ്പാടോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പട്ടി നല്ലൊരു കടി ഈ MDക്ക് കൊടുത്തു എന്നാണ്. അപ്പോൾ ഇത് MDയുടെ അടുത്തു നിന്ന് പോയതാണ്. ഭാര്യയോടുള്ള ദേഷ്യം അയാൾ കൊടുത്തിട്ട് അതൊരു ചെയിൻ റിയാക്ഷൻ ആയിട്ട് തിരിച്ച് പട്ടിയുടെ കടിയായിട്ട് ഇയാളുടെ അടുത്തേക്ക് തന്നെ വന്നു. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് വേറെ ഏതെങ്കിലും രൂപത്തിൽ നമുക്കിങ്ങോട്ട് തിരിച്ച് കിട്ടും. അതൊരു നിയമമാണ്, നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരു നിയമമാണ്. അപ്പോൾ നമുക്ക് 2 ലോകങ്ങളാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ ഇന്നർ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചിന്തകളും വികാരങ്ങളും എല്ലാം കൂടെ ചേർന്നാണ് നമ്മുടെ അകത്തെ ലോകം. പുറത്തെ ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറത്തുള്ള സാഹചര്യങ്ങളും വ്യക്തികളും കൂടെ ചേർന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പുറത്തെ ലോകത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു പട്ടിയുടെ വളഞ്ഞ വാല് പോലെയാണ്, ഒരിക്കലും നിവരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. പക്ഷെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്നത് നമ്മുടെ ഇന്നർ വേൾഡിലാണ്. ഇന്നർ വേൾഡിൽ എന്താണോ ഉള്ളത് അതൊക്കെ പുറത്തെ ലോകത്ത് നമുക്ക് പ്രതിഫലിച്ച് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതാണ് നമ്മുടെ ലോകം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലുമുള്ള ദേഷ്യമോ പകയോ സങ്കടമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളുടെ അനുഭവങ്ങൾ മോശമാകാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതല്ല, നമ്മുടെ ഉള്ളിൽ ഭയങ്കര സമാധാനവും സ്നേഹവും ഒക്കെയാണ് നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്കും കിട്ടുന്ന അനുഭവങ്ങൾ നന്നാകാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ മനസ്സിനെ കൂടുതൽ ശാന്തമാക്കുക, നമ്മുടെ മനസ്സിനെ കൂടുതൽ സമാധാനത്തോടു കൂടിയിട്ടിരിക്കുക. അത് നമ്മൾ കൊച്ചുകുട്ടികളായിരുന്ന സമയത്ത് നമ്മൾ ഒരു വികാരവും ഹോൾഡ് ചെയ്യില്ലായിരുന്നു അല്ലേ. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അറിയാം, അവരൊന്ന് വീണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മുട്ടായി കൊടുത്തു കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് ആ വീണ വേദനയെല്ലാം ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ മറന്നിട്ട് വീണ്ടും ചിരിച്ച് അടുത്ത കളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങും. പക്ഷേ നമ്മളൊന്ന് വീണാലോ, നമ്മൾ ഒരാഴ്ച അത് ആലോചിച്ചിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ചില കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മാസങ്ങളോളം മുഖം വീർപ്പിച്ചിരിക്കും. ഇതിൽ നമ്മൾ എക്സ്പേർട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങളും അതേപോലെ തന്നെ മോശമായിട്ടുള്ള അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതിന് ഉത്തരവാദി നമ്മൾ തന്നെയാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ആരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളുടെ ഉത്തരവാദി നമ്മൾ തന്നെയാണ്.
അപ്പം ഒരു യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളത്തിൽ ഒരു വര വരച്ച് കഴിഞ്ഞാൽ നമ്മൾ വിരൽ കൊണ്ട് ഒരു വര വരച്ചു എന്ന് വിചാരിക്കുക. ആ വര ആ വെള്ളത്തിൽ എത്ര നേരം നിൽക്കുന്നുണ്ടോ അത്രയും സമയം നമ്മൾ നമ്മുടെ വികാരങ്ങൾ ഹോൾഡ് ചെയ്യുന്നുള്ളെങ്കിൽ നമ്മൾ യോഗിയ എന്നാണ്. അപ്പം നമ്മൾ ഈ വികാരങ്ങൾ മിക്കവാറും ഈ നിഷേധ വികാരങ്ങളിലാണ് നമ്മൾ കുടുങ്ങിക്കിടക്കുന്നത്. അത് നമ്മുടെ അനുഭവങ്ങളെ മോശമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മളുടെ ജീവിതം മനോഹരമാകണമെങ്കിൽ നമ്മുടെ ഇന്നർ വേൾഡ് മനോഹരമാക്കിയാൽ മതി. ബാക്കി എല്ലാം നമ്മളറിയാതെ തന്നെ മനോഹരമായിട്ട് മാറിക്കോളും. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ചൊരു എഫർട്ട് എടുക്കേണ്ട ആവശ്യം വരുന്നേയില്ല. വ്യക്തികളൊക്കെ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറാൻ തുടങ്ങും. സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഈ ലോകം മനോഹരമാക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.